നമസ്കാരം. ട്രിവാൻഡ്രം പ്രോപ്പർട്ടീസിന്റെ മറ്റൊരു പ്രോപ്പർട്ടിയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രഫാസ് പഞ്ഞറമുടാണ്. ഞാൻ നിൽക്കുന്നത് കരമന പാപ്പനംകോടിന് സമീപമായിട്ടാണ്. ഇവിടെ പാപ്പനംകോട് നിന്ന് 200 മീറ്റർ മാറി നല്ലൊരു വീട് സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വാങ്ങാൻ കഴിയുന്ന ഒരു വീടാണ് നമുക്കിന്ന് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. സിറ്റിക്കകത്ത് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നോക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ വീട് നിങ്ങൾക്ക് എന്തുകൊണ്ടും വളരെ അനുയോജ്യമാണ്. ഇതാണ് ഞാൻ പറഞ്ഞ സിറ്റിയുടെ അടുത്തായിട്ടുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വീട്. 950 സ്ക്വയർ ഫീറ്റിൽ 5.5 സെന്റിലാണ് നമ്മുടെ ഈ ഒരു വീടിന്റെ നിർമ്മിതി വന്നിരിക്കുന്നത്. നമുക്ക് സിറ്റിയിലേക്ക് വളരെയധികം അക്സസിബിലിറ്റി ഉള്ള ഒരു ഏരിയ കൂടിയാണ് നമ്മുടെ ഈ ഒരു വീട്. പാപ്പനംകോട് ജംഗ്ഷനിൽ നിന്നും വെറും 200 മീറ്റർ മാത്രമേ വരുന്നുള്ളൂ നമുക്ക് ഈ ഒരു വീട്ടിലേക്ക്. കൂടാതെ തന്നെ നമുക്ക് പാപ്പനംകോട് എഞ്ചിനീയറിംഗ് കോളേജ്, അതുപോലെ തന്നെ കരമന, അതുപോലെ തന്നെ ട്രിവാൻഡ്രം സിറ്റി, റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളിലേക്കെല്ലാം വളരെയധികം ആക്സസിബിലിറ്റി ഉള്ളൊരു വീടാണ് എൻ്റെ ബാക്കിൽ കാണുന്ന ഈ ഒരു വീട്. അപ്പം നിങ്ങൾക്ക് സിറ്റിയിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വീട് നോക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീട് എന്തുകൊണ്ടും വളരെ അനുയോജ്യമായിട്ടുള്ള ഒന്നാണ്. നമ്മുടെ ഈ ഒരു വീട് വരുന്നത് ട്രിവാൻഡ്രം സിറ്റിയുടെ സെൻട്രൽ ഭാഗത്തായിട്ടാണ്. അത്രയും ഒരു പ്രൈം ലൊക്കേഷനിലാണ് നമ്മുടെ ഈ ഒരു വീട് വരുന്നത്. ഇവിടെ നമുക്ക് സ്ഥലപരിമിതി ഒരുപാടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു വഴി എന്ന് പറയുന്നത്, വീട്ടിലേക്കുള്ള ഈ ഒരു വഴി എന്ന് പറയുന്നത് 2 വീലർ ആക്സസ് ആണ് നമുക്കിവിടെ ലഭിക്കുന്നത്. നമുക്ക് 55 ലക്ഷം രൂപ ബഡ്ജറ്റിൽ കിട്ടാവുന്ന സിറ്റിയിൽ വെച്ച് ഏറ്റവും നല്ലൊരു വീടാണ് നമുക്ക് ഈ ഒരു വീട്. നമുക്ക് ഇവിടെ സിറ്റിയിലേക്ക് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നോക്കുന്നവർക്ക് ഈ ഒരു വീടെന്ന് പറയുന്നത് വളരെ അനുയോജ്യം തന്നെയാണ്. നമുക്ക് ഈ ഒരു വീട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെയാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗമായിട്ട് വരുന്നത്. ഒരു ചെറിയ വണ്ടിക്ക് പാർക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സ്പേസ് നമുക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട്. കൂടാതെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ അത്യാവശ്യം നല്ല സ്പേസ് തന്നെ നമുക്കിവിടെ കിട്ടുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്തായിട്ട് നല്ലൊരു നമുക്ക് എപ്പോഴും വെള്ളം കിട്ടുന്ന നല്ലൊരു കിണർ ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നുണ്ട്. കൂടാതെ തന്നെ നമുക്ക് ബാക്ക് സൈഡ് നമുക്ക് അത്യാവശ്യം നല്ല സ്പേസ് തന്നെ ഈ ഒരു ഭാഗത്തൊക്കെ എല്ലാം ലഭിക്കുന്നുണ്ട്. കൂടാതെ തന്നെ നമുക്ക് ഈ ഒരു വീടിന്റെ ബാക്ക് സൈഡിൽ ഒത്തിരി സ്പേസ് ഇടുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു വീട് കൂടി വെക്കാൻ കഴിയുന്ന ഒരു ഏരിയ കൂടി നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. അതായത് ടോട്ടലായിട്ട് 5.5 സെന്റാണ് നമുക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ അതിലൊരു 950 സ്ക്വയർ ഫീറ്റ് വീട് ഇവിടെ വരുന്നു. കൂടാതെ നമുക്കൊരു എക്സ്ട്രാ വീട് കൂടി നമുക്ക് ഈ ഒരു ഭാഗത്ത് വെക്കാനായിട്ട് കഴിയും. നമുക്ക് ഈ ഒരു വീട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് ചെറിയൊരു സിറ്റ് ഔട്ട് ഭാഗമാണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. ഈ ഒരു ഭാഗം ഒതുങ്ങിയിട്ടുള്ള ഒരു സിറ്റ് ഔട്ട് ഏരിയ നമുക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട്. കൂടാതെ തന്നെ നമുക്ക് ഇവിടത്തെ കതവ് ഒരു സിമ്പിളായിട്ടുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നത്. നമുക്ക് വീടിന്റെ ഉൾക്കാഴ്ചകളിലേക്ക് പോകാം.
നമുക്ക് ഈ ഒരു വീട്ടിലേക്ക് വരുമ്പോൾ 950 സ്ക്വയർ ഫീറ്റിൽ 5.5 സെന്റിലാണ് വീടിന്റെ നിർമ്മിതി വന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് 2 ബെഡ്റൂം വരുന്നുണ്ട്. കൂടാതെ തന്നെ നമുക്കൊരു സ്റ്റോർ റൂം, ഒരു ഹാള്, ഒരു കിച്ചൺ, ഒരു സിറ്റ് ഔട്ട് ഏരിയ, ഇത്രയുമാണ് നമുക്ക് ഈ ഒരു വീടിന് വരുന്നത്. നമുക്ക് ഹാളിലേക്ക് വരുമ്പോൾ അത്യാവശ്യം നല്ലൊരു സ്പേസ് തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തെല്ലാം ലഭിക്കുന്നുണ്ട്. കൂടാതെ തന്നെ നമുക്ക് സിമ്പിളായിട്ടുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തും അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തുമായിട്ടാണ് നമുക്ക് 2 ബെഡ്റൂം വരുന്നത്. നമുക്ക് ഹാളിൽ നിന്ന് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെയായിട്ടാണ് നമ്മുടെ ഡൈനിങ് ഏരിയ വരുന്നത് കേട്ടോ. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ ഡൈനിങ് ഏരിയ വരുന്നത്. കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ വാഷ് സ്പേസ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാൻ കഴിയുന്ന ഒരു ഏരിയ കൂടി നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൂടാതെ നമുക്ക് ഹാളിൽ നിന്ന് കയറുമ്പോൾ ഇവിടെ കോമൺ ആയിട്ടൊരു ബാത്റൂം ഈ സൈഡിലായിട്ട് വരുന്നു. ഹാളിൽ നിന്ന് കയറുമ്പോഴുള്ള ഒതുങ്ങിയിട്ടുള്ള ഒരു കിച്ചൺ സൈഡാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. നമുക്ക് ഈ ഒരു ഭാഗത്തൊക്കെ എല്ലാം നല്ലൊരു സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങളൊക്കെ എല്ലാം ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. കൂടാതെ തന്നെ നമുക്ക് ഇവിടെ ആയിട്ടാണ് നമ്മുടെ വാഷ് സ്പേസ് വരുന്നത്. ഇവിടെ എല്ലാം നമുക്ക് ക്വാളിറ്റി ടൈൽസ് ആണ് നമുക്ക് ഈ ഒരു കിച്ചൺ സൈഡിലെല്ലാം യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല അഴുക്ക് പറ്റിയാലും അറിയാത്ത രീതിയിലുള്ള നല്ലൊരു കളർ കോമ്പിനേഷനാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നത്. കൂടാതെ തന്നെ നമുക്ക് ഈ ഒരു കിച്ചൺ സൈഡിൽ നിന്ന് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു നല്ലൊരു സ്റ്റോർ റൂം സ്പേസ് കൂടി നമുക്ക് ഇവിടെ വരുന്നു. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് സാധനങ്ങളൊക്കെ എല്ലാം വയ്ക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു സ്റ്റോർ റൂം ഏരിയ കൂടിയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. കിച്ചൺ സൈഡിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോഴുള്ള സ്പേസാണ് നമ്മൾ നേരത്തെ കണ്ട ആ സ്പേസാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. ഇതേ നമ്മുടെ കിണർ, അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് സൈഡിലായിട്ടുള്ള നല്ലൊരു ഏരിയ ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ഏരിയ തന്നെ നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. ധാരാളം മരങ്ങളും വൃക്ഷങ്ങളൊക്കെ എല്ലാം വന്ന് വളരെ പോസിറ്റീവ് മൈൻഡ് സെറ്റ് ആയിട്ടുള്ളൊരു ഏരിയ കൂടിയാണ് നമുക്കിവിടെ ലഭിക്കുന്നത്.
ട്രിവാൻഡ്രം സിറ്റിക്ക് സമീപമായിട്ടുള്ള നമ്മുടെ ഈ ഒരു ബഡ്ജറ്റ് വീട് വാങ്ങുന്നതിനും അതുപോലെ തന്നെ ഈ ഒരു വീടിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും താഴെ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക. കൂടാതെ നിങ്ങളൊരു ലാൻഡ് ഓണർ ആയിക്കോട്ടെ, ഒരു ഹൗസ് ഓണർ ആയിക്കോട്ടെ, നിങ്ങളുടെ വീട് അല്ലെങ്കിൽ വസ്തു എളുപ്പത്തിൽ വിൽക്കുന്നതിന് താഴെ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക.